ഹലോ, ഞാനിന്ന് കടയിൽ പോയിട്ടില്ല. അമ്മേനെ ഇന്നലെ വൈകുന്നേരം കോഴിക്കോട് അടയ്ക്കാൻ പോയപ്പോൾ പേരിച്ചായി കടിച്ചു. അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഒരു TT അടിച്ചു. അവർ പറഞ്ഞു ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ വാക്സിൻ വെക്കണം പറഞ്ഞു. 4 വാക്സിൻ വെക്കണം പറഞ്ഞു. അപ്പോൾ ഒരു വാക്സിന് ഇപ്പം തന്നെ വെക്കണം പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് നേരെ പോയി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി വാക്സിൻ വെച്ചു. അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും നല്ല മഴ. ആ മഴയൊക്കെ കൊണ്ടു. പിന്നെ അവിടെ കയറി ഇന്ത്യൻ ബേക്കറി പോയിട്ട് ഒരു ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് വന്നപ്പോഴേക്ക് 5:30 ആയി. പിന്നെ ഒരു ഓട്ടോ വിളിച്ച് നേരെ വീട്ടിലേക്ക് പോന്നു. ഇനി ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം കുളിക്കണം. പിന്നെ രാവിലത്തെ കാര്യങ്ങൾക്കൊക്കെ എല്ലാം റെഡിയാക്കി വെക്കണം. പിന്നെ അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒരു ദിവസം കടയിൽ പോകഞ്ഞാൽ വാടക പെൻഡിങ് ആവും. അപ്പം അതിൻ്റെ ഒരു വിധം കഴിയുമെങ്കിൽ കട ഒഴിവാക്കലില്ല. പിന്നെ കൂടാതെ അത് വരുമ്പോൾ നമുക്ക് ഒഴിവാക്കിയല്ലേ പറ്റുള്ളൂ. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷപ്പെട്ട ദിവസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ കട ഒഴിവാക്കലുള്ളൂ. കട അല്ലാത്ത ദിവസങ്ങളൊക്കെ കട തുറക്കും. ഞായറാഴ്ച പോലും ഞാൻ കട തുറക്കാറുണ്ട്. കാരണം നിങ്ങൾക്കറിയാലോ, ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും നമ്മളെ പ്രാരാബ്ദങ്ങളും പ്രയാസങ്ങളൊന്നും മാറില്ല. അങ്ങനെ അപ്പോൾ അമ്മ അപ്പുറത്തെ റൂമിൽ കിടക്കുന്നുണ്ട്. സുഖമില്ല, TT അടിച്ചതിൻ്റെ ക്ഷീണമാണ്, ഭയങ്കര കുഴക്കമാണെന്നൊക്കെ പറഞ്ഞ് കിടക്കുകയാണ്. ഇപ്പോൾ ഡോക്ടർ പറയുന്നത് നല്ല ക്ഷീണം ഉണ്ടാവും, കൈയൊക്കെ നല്ലോണം വേദനയ്ക്കും TT അടിച്ചാൽ. അപ്പം കൈ വല്ലാതെ അനക്കണ്ട ഒക്കെ പറഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ല, അങ്ങനെ പോകുന്നുണ്ട്. പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഓക്കെ, ഇനി അടുക്കളയിൽ പോട്ടെ, ഫുഡൊക്കെ ഉണ്ടാക്കട്ടെ. കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. മോളും പോന്നേന്നു ഹോസ്പിറ്റലിലേക്ക്. അവൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് പോയി. ഞങ്ങളിങ്ങോട്ട് പോന്നു. ഓക്കെ, എന്നാൽ ഫ്രണ്ട്സ്, ഗുഡ് നൈറ്റ്.